കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്തയായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. കുറ്റ്യാടിച്ചോളത്തിൽ വീണ്ടും ഒരു വാഹനം കത്തിയിരുന്നില്ല. കുറ്റ്യാടിച്ചോളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ കത്തുന്നു. എന്തായിരിക്കും അതിൻ്റെ റീസൺ? അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാറിൽ ബൈക്ക് ചേസിൻ്റെ മറ്റു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നം പ്രദേശം നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 2 ലാഖ് മുതൽ 8 ലാഖ് ബഡ്ജറ്റിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ ഏകദേശം 300ഓളം വാഹനങ്ങളുടെ നീണ്ട കളക്ഷൻ തന്നെ അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല അടിപൊളി സ്വിഫ്റ്റ് വാഹനമൊക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2018 മോഡലിൽ നിന്ന് സ്വിഫ്റ്റ് VX എന്നുള്ള വേരിയൻറ്റിൽ 52,000 കിലോമീറ്റർ നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. പെട്രോൾ എഞ്ചിൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് വാഹനമാണ് VX. ആയതുകൊണ്ട് ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ്, ABS, അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം VX എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. 17 to 18 റേഞ്ചിൽ പെട്രോൾ മൈലേജ് ലഭിക്കുന്ന 1.2 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി വന്നിട്ടുള്ളത്. 46 രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ വില വരുന്നത് 5,30,000 രൂപയാണ്. ഒരു 5 ലക്ഷം വരെയൊക്കെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. നമ്മുടെ വാഹനത്തിലൊക്കെ ക്ലീനിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാഹനങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് നിങ്ങൾ വന്ന സമയത്തൊക്കെ വാഹനങ്ങൾ കുറച്ച് വൃത്തികേടായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിത് ക്ലീനിങ്ങിന് ആളില്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കിയിട്ടും ഒരു പ്രശ്നം. കാരണം ഇത്രയും വാഹനങ്ങൾ 300ഓളം വാഹനങ്ങളുണ്ട്. ഇത് സോർട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ വാഹനവും ക്ലീൻ ചെയ്ത് എത്തിക്കുക എന്നുള്ളത് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് 2 പേരെ കിട്ടി. അടിപൊളിയായിട്ട് അവർ രാവിലെ 9:30 മണിക്ക് വരുന്നു, വൈകുന്നേരം 6 മണി വരെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആരോട് അവർ സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവരുടെ ഡ്യൂട്ടി വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോബ്ലം ഞാൻ അതോടുകൂടി സോർട്ട് ഔട്ട് ചെയ്തു. വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന കാര്യമായിരുന്നു. കാരണം വാഹനങ്ങൾ പുറത്തുനിന്ന് ആൾ വരുന്ന സമയത്ത് വൃത്തിയില്ലാത്ത കിടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ശരിക്കും മനസ്സിക്കൊരു സമാധാന കുറവായിരുന്നു. കാരണം വാഹനങ്ങൾ കുറച്ചൊരു വൃത്തി കുറവായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് മനസ്സിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വളരെയധികം സന്തോഷം, അല്ലെങ്കിൽ മനസ്സിന് സമാധാനം തരുന്നൊരു കാര്യം കൂടിയാണത്. അപ്പോൾ ഈ ഒരു വാഹനം 2018 മോഡൽ ചെയ്തൊരു വാഹനം, അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളാണ് നമ്മുടെ സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിനകത്ത് കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മുടെ ആപ്പിനകത്ത് ചെറിയ രീതിയിലേക്ക് അപ്ഡേഷൻസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 70-80% വാഹനങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിനകത്ത് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് കാർലെറ്റിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ജസ്റ്റ് കയറി നോക്കുക. അതിൻ്റെ ഫിനിഷിംഗ് ലെവലാണ്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഫിനിഷിംഗ് ലെവലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലൊക്കെ പിന്നെ നമ്മുടെ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ കാർലെറ്റിൻ്റെ ആപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരു 1 മന്തിനകത്ത് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ വാഹനങ്ങളുടെ അപ്ലോഡിംഗ് ഡാറ്റ എൻട്രി പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ വാഹനങ്ങൾ ഈ OLX അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കേണ്ട, നേരെ ആപ്പ് നോക്കി കഴിഞ്ഞാൽ ഫുൾ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് A to Z കാര്യങ്ങൾ, അതിനകത്ത് സ്ക്രാച്ച് ഡെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അതിനകത്ത് നമ്മൾ കറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എത്ര ലോൺ കിട്ടും, എത്ര വാഹനത്തിൻ്റെ പ്രൈസിങ് വരുന്നത് കാര്യങ്ങളെല്ലാം അതിനകത്ത് കറക്റ്റ് അപ്ലോഡറാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാഹനം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നേരിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഫുൾ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 10-12 വാഹനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ഉണ്ട്, അതേപോലെ തന്നെ മാനുവൽ ഉണ്ട്, 5 സീറ്റ് ഉണ്ട്, 7 സീറ്റ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മുടെ അടുത്ത വാഹനം റിനോൾട്ടിൻ്റെ ഒരു 7 സീറ്റ് വാഹനമാണ്. റിനോൾട്ട് ലോഡ്ജി 2015 മോഡൽ 85 PS വാഹനം. സാധാരണ ഇതിൽ 85 1 ടൺ 2 എഞ്ചിൻ ടൈപ്പ് വാഹനങ്ങൾ ഇറങ്ങാറുണ്ട്. 1 ടൺ വാഹനങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുക. ഈ ഒരു വാഹനം 85 ആണ്. 85 1 ടണ്ണിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 85 മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലും, കംപ്ലയിൻറ്റ് വരാൻ ടെൻഡൻസി സാധ്യതയും കുറവുള്ള വാഹനം 85 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,15,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനം കൂടിയാണ്. ഇത് KL 25 പുനലൂർ രജിസ്ട്രേഷനിൽ വാഹനം. RXC എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. അത്യാവശ്യം ബേസിക്കലി വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഒരു 7 സീറ്റ് പർപ്പസിന്, ചെറിയൊരു ബഡ്ജറ്റിൽ 7 സീറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം, ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം കൂടിയാണിത്. സൈഡ് പ്രൊഫൈലിൽ ഗ്രാഫിക് ഡിസൈനൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു വെറൈറ്റി കളറും കൂടിയാണ് ഇതിനകത്ത്. ഈ ലോഡ്ജിക്കകത്ത് കാണാൻ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു വെറൈറ്റി കളറാണ്, ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊരു കളറാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗം കഴിഞ്ഞാൽ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പൈനീറിൻ്റെ സ്റ്റീരിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗോ ABS ഒന്നും ഈ ഒരു വാഹനത്തിനകത്തില്ല. 85 1 ടണ്ണും എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിയറിൻ്റെ ആ ഒരു ലിവറിങ് നോക്കിയാൽ മതി. നമ്മുടെ റിവേഴ്സ് ഇങ്ങോട്ട് വരുന്ന താഴേക്ക് വരുന്നതാണെങ്കിൽ അത് 85 വരുന്നത്. 1 ടൺ ആണെങ്കിൽ നമ്മൾ ആ നോബ് പൊക്കിയ ശേഷം ഇത്തരത്തിലിടുന്നതായിരിക്കും, മുകളിലോട്ട് ഇടുന്നതായിരിക്കും 1 ടണ്ണിൻ്റെ ഗിയർ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് 85 ആണോ 1 ടൺ ആണോ എന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു, നല്ല ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിച്ചു തരാം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയറും ഓൾമോസ്റ്റ് ഒരു 70-80% ടയർസ് കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ
എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല, ക്രോസ് ബമ്പർ കാര്യങ്ങൾക്ക് ഡാമേജ് ഇല്ല, ഓയിൽ ലീക്കില്ല, രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്നു, വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളില്ല. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ റിനോൾട്ടിൻ്റെ വാഹനങ്ങൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ ഒരു ഷോക്കിൽ നമുക്ക് ഈ ബോണറ്റ് നിർത്താൻ പറ്റുന്നുള്ളത്. മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും, മറ്റുള്ള ഏറ്റവും പുതിയ വാഹനങ്ങൾക്ക് പോലും ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നുള്ളതില്ല, കാരണം ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഈ പുതിയ വാഹനം ഇറങ്ങുന്ന വാഹനങ്ങൾക്കൊന്നും ഈ ഒരു ഫെസിലിറ്റി കാണുന്നില്ല, ഒരു ചെറിയൊരു പോരായ്മയുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,80,000 രൂപയ്ക്ക് 2015 മോഡൽ വരുന്നൊരു വാഹനമാണിത്. ഏകദേശം ഒരു 350 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു 7 സീറ്റ് വാഹനം, അതും 2015 മോഡൽ വരുന്നൊരു റിനോൾട്ടിൻ്റെ ലോഡ്ജി എന്നറിയപ്പെടുന്നൊരു വാഹനം. EMI സൗകര്യം നമുക്ക് 4 വർഷത്തേക്ക് അവൈലബിൾ ആണ്. ഏകദേശം 8,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വോക്സ്വാഗൻ്റെ ഒരു സെഡാൻ വാഹനമാണ്. വോക്സ്വാഗൺ അമിയോ 2017-16 മോഡൽ ചെയ്യുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 79,000 കിലോമീറ്റർ ഓടിയുള്ള KL05 കോട്ടയം രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനം. കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയൻ്റാണ്. ഹൈലൈൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് കംഫർട്ട് ലൈൻ, അതിൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് ട്രെൻഡ് ലൈൻ. അങ്ങനെ 3 വേരിയൻ്റ് ആയിട്ടായിരുന്നു വോക്സ്വാഗൻ്റെ അമിയോ പോളോ എന്നുള്ള വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായത്. കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, പിന്നെ അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, കമ്പനി സെൻട്രൽ ലോക്കിംഗ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഹൈലൈൻ ആയിരുന്നുണ്ടെങ്കിൽ അലോയ് വീൽസ്, അതേപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കൂടി ഈ ഒരു വാഹനത്തിന് വരുമായിരുന്നു. മൊത്തത്തിൽ വാഹനം എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്ക് ഉണ്ട്, ഒരു ഡിക്കി റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റീപെയിൻറ്റ് ഉണ്ട് എന്നുള്ളതില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഷെയ്ഡിങ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ ചെളുക്ക പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ആ വാഹനം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ക പ്ലെയിനായിട്ട് നല്ല നീറ്റായിട്ട് പ്ലെയിനായിട്ട് വെട്ടി തെളുങ്ങുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം റീപെയിൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ആ ഒരു നമ്മുടെ മീനിൻ്റെ ഒക്കെ ചെളുക്ക പോലെ, ചെറിയൊരു ചെളുക്ക പോലെ പൊങ്ങിയ പോലെ നമുക്ക് ആ ഒരു ഫീൽ ആ ഭാഗത്ത് കിട്ടും. അങ്ങനെയാണ് റീപെയിൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിനുള്ളൊരു ആൽക്കോമീറ്ററൊക്കെ ഉണ്ട്, അത് വെച്ച് നോക്കിയാലും അതിൻ്റെ പെയിൻറ്റിൻ്റെ തിക്നെസ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS വന്നിട്ടുണ്ട്. സ്റ്റീരിയോ, കമ്പനി സ്റ്റീരിയോ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, മിറർ ഫോൾഡിങ് ഇതിനകത്ത് വന്നിട്ടില്ല, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണുള്ളത്. പിന്നെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50-60% 4 ടയേഴ്സ് കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു, വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ സൈഡൊക്കെ പേസ്റ്റിംഗ് ഒക്കെ ഓക്കെയാണ്, ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് ഓക്കെയാണ്. പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 4 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 3.5 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സെഡാൻ വാഹനം സ്വന്തമാക്കാം. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടിയ വാഹനം കൂടിയാണ്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സാധാരണ ഇതിൽ മാരുതിയുടെ വാഹനങ്ങൾ, ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാം. പക്ഷേ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു പിടി മുന്നിൽ നിൽക്കും ഈ ഒരു വോക്സ്വാഗൻ്റെ വാഹനങ്ങൾ. പക്ഷേ ഈ ഒരു വാഹനം നിങ്ങൾ സാധാരണ ഹ്യുണ്ടായി മാരുതിക്ക് 10,000 സർവീസ് ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം 15,000 സർവീസ് ചെയ്താൽ മതി. 15,000 കിലോമീറ്ററാണ് ഇതിൻ്റെ സർവീസിൻ്റെ സമയം വരുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ്, അതായത് കോസ്റ്റ് ഈക്വൽ ആയിട്ട് വരും. കാരണം 5,000 കിലോമീറ്റർ ഈ ഒരു വാഹനത്തിന് എക്സ്ട്രാ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ പെട്രോൾ വാഹനം ആയതുകൊണ്ട് കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നോർമൽ മെയിൻ്റനൻസ് ചെയ്ത് മാത്രം പോയാൽ മതി. അപ്പോൾ നെറ്റ് പ്രൈസ് വരുന്നത് 4 ലക്ഷം രൂപയാണ്. 3.5 ലക്ഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്, അതും 5 വർഷം വരെ കാലാവധിയിൽ. ഏകദേശം 7-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. തുടക്കത്തിൽ ചെറിയ ചവിട്ടി കിട്ടിയിട്ടും പിന്നീട് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തൊരു വാഹനമാണ് നിസാൻ്റെ മാഗ്നറ്റ് എന്നുള്ളൊരു വാഹനം. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് അടുത്ത് തന്നെ പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്യുന്ന കമ്പനി അറിയിച്ചിട്ടുണ്ട്. 2021 മോഡൽ എന്ന KL 53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ മാഗ്നറ്റ് XL ടർബോ എന്നുള്ള എഞ്ചിനിൽ ഇത് വാഹനമാണ്. ടർബോയും നോൺ ടർബോയും 2 വാഹനങ്ങളെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടർബോ വാഹനമാകുമ്പോൾ 1 ലിറ്റർ അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണിത്. XL എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. 17,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. XL ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കമ്പനി കൊടുക്കുന്നത് 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, അങ്ങനെയുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ക്ലൈമറ്റ് AC ഇതിനകത്ത് ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നില്ല, നോർമൽ AC ആണ് ഇതിൻ്റെ വരുന്നത്. പക്ഷേ AC വിൻഡിനകത്ത് ACൻ്റെ നോബിനകത്തൊരു ചെറിയൊരു ഡിസ്പ്ലേ, അതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു നല്ലൊരു ഓടിക്കാൻ നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ് നിസാൻ്റെ മാഗ്നറ്റ് എന്നുള്ളൊരു വാഹനം. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഫസ്റ്റ് ലെവലിൽ നിസാൻ വാഹനം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ഇറങ്ങാൻ കുറച്ച് ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിച്ചതും. പിന്നെ അതിന് ശേഷം ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസും ഈ ഒരു വാഹനത്തിൻ്റെ യാത്രാ കംഫർട്ടും കണ്ടിട്ട് ജനങ്ങൾ ഈ ഒരു വാഹനങ്ങൾ അംഗീകരിച്ചതും.
നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നു. കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ AC വിൻഡ് കാണുന്ന തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരുന്നത്. നല്ല അടിപൊളി ഒരു പ്രീമിയം ഫീൽ നമുക്ക് ആ ഒരു വാഹനത്തിന് ഉൾഭാഗം ഇരിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. വെറും 17,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി ത്രൂ പോയ ഒരു വാഹനം കൂടിയാണ്. ഇത് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. നല്ല അടിപൊളി ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല പക്ക ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം പരിക്ക് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50% ടയർ കണ്ടീഷൻ ബാലൻസ് ആയിട്ട് കിടക്കുന്നു. 17,000 കിലോമീറ്റർ ഓടിയതുകൊണ്ട് ഒരു 17,000 കൂടി ഓടാനുള്ള ടയർ കണ്ടീഷൻ ഇനി ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ടർബോ നോൺ ടർബോ എങ്ങനെ തിരിച്ചറിയാൻ നോക്കുകയാണെങ്കിൽ ഇതാണ് ടർബോ വരുന്നത്. ഈ ഒരു സംഭവം വാഹനത്തിനകത്ത് ഉണ്ടോ നോക്കിയാൽ മതി. ഈ ഒരു മെറ്റൽ പീസുമാരും പിന്നെ ടർബോൻ്റെ പാർട്സുകൾ വാഹനത്തിനകത്ത് ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ടർബോ വാഹനമാണോ നോൺ ടർബോ വാഹനമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാനില്ല. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2021 മോഡൽ വരുന്ന നിസാൻ്റെ മാഗ്നറ്റ് XL ടർബോ എഞ്ചിനിൽ വരുന്ന വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,65,000 രൂപക്ക്. ഒരു 6 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം ഒരു 13,500 റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം നിസാൻ്റെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് വാഹനം നിസാൻ മൈക്ര ആക്റ്റീവ് എന്നുള്ള വാഹനം 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. 72,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. KL 17 എറണാകുളം മൂവാറ്റുപുഴ രജിസ്ട്രേഷനിൽ നിന്ന് പെട്രോൾ എഞ്ചിൽ 1.2 ലിറ്ററിൽ വരുന്ന വാഹനമാണിത്. 1.2 ലിറ്റർ പെട്രോൾ വാഹനമായതുകൊണ്ട് നമുക്കൊരു 14 to 15 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് നിസാൻ മൈക്ര ആക്റ്റീവ് എന്നുള്ള ഒരു വാഹനം. XV എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം. അഡീഷണൽ ക്യാമറ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. വേറെ പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കമ്പനി കവറാണ്. അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഡിസ്പ്ലേ കീ ഇല്ലാത്തതുകൊണ്ട് അത് വർക്കിംഗ് ആണല്ലോ എന്ന് നോക്കിയിട്ട് വേണം. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വാഹനം നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചർ ഞാൻ പറഞ്ഞു, എയർ ബാഗ്, ABS ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡൊന്നും കാര്യപ്പെട്ട പരിക്കൊന്നുമില്ല. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 24 റീപ്ലേസ് ചെയ്തുള്ള പുതിയ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. 2 സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല അടിപൊളി കണ്ടീഷനിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2015 മോഡൽ വരുന്നൊരു വാഹനമാണ്. 2015 വരുന്ന ഈ ഒരു നിസാൻ മൈക്ര ആക്റ്റീവ് എന്നുള്ള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 2,80,000 രൂപക്ക്. ഒരു 2,50 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. അതും 2015 ആയതുകൊണ്ട് 4 വർഷത്തെ മാസക്കാലയളവോട് കൂടി ഏകദേശം 7 to 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. ഒറ്റ നോട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകും. വാവ്, അടിപൊളി കളർ. 2019 മോഡലിൽ ടാറ്റ നെക്സോൺ സിംഗിൾ ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ ഓടിയുള്ള KL 01 ട്രിവാൻഡ്രം തലസ്ഥാന നഗരിയിലുള്ള ഒരു അടിപൊളി വാഹനം. XM എന്നുള്ള വേരിയൻ്റാണ്. പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. XM എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഈ കളറിൽ തന്നെ അത്യാവശ്യം നല്ലൊരു, പിന്നെ നമുക്ക് ഏതൊരു വാഹനത്തിന് ഇടയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വാഹനം എടുത്ത് കാണിക്കും. നല്ല അടിപൊളി കളറിൽ നിൽക്കുന്ന ഒരു വാഹനം. എസ്പെഷ്യലി ലേഡീസിന് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു കളർ കൂടിയാണ് ഈ ഒരു ബ്ലൂ കളർ. ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, പക്ക പൂർ ബ്ലൂ അല്ല, ഈ ഒരു കളർ ഏതായാലും. XM എന്നുള്ള വേരിയൻറ്റ് മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, കമ്പനി പിന്നെ അത് സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം XM എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% ടയർസ് 4 ടയർ 80-ന് മുകളിൽ ടയർ പെർസെൻറ്റേജ് കിടക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്ക് വ്യൂ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ആ ഒരു ബോഡി പാർട്ട് നിൽക്കുന്നത്. കാരണം എവിടെയും കാര്യപ്പെട്ട സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അധികം റീപെയിൻറ്റ് വർക്കും കയറിയിട്ടില്ല. റീപെയിൻറ്റ് വർക്ക് കയറാത്തതുകൊണ്ടാണ് ഇത്ര ഷൈനിങ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നത്. ഇന്ത്യൻ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല കുഷ്യൻ അഡീഷണൽ ചെയ്തിട്ട് അത്യാവശ്യം നല്ല പിന്നെ ഒരു നമുക്ക് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ സീറ്റ് കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എക്കോ മോഡ്, സിറ്റി മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം. ചെറിയൊരു ക്ലസ്റ്റർ, ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ റിവേഴ്സ് ക്യാമറ ഇവിടെ അഡീഷണൽ
അഡീഷണലി എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്കൊരു സ്റ്റിയറിംഗ് കവറും കൂടി ഇതിനകത്ത് അഡീഷണൽ ഇട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡാമേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി കളർ തീമും കൂടിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഒരു സിൽവറും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ പൂർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡിനും അതേ സെയിം കോമ്പിനേഷനാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഹാൻഡ് റെസ്റ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. എക്സമിൻ്റെ മുകളിൽ നിൽക്കുന്ന വേരിൻ്റെ XT അല്ലെങ്കിൽ XZ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് കൂടി വരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഹാൻഡിന് ആ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പിന്നെ മുകളിലത്തെ വേരിയൻ്റെ അകത്ത് കമ്പനി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വേരിയൻ്റെത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പിന്നെ സ്റ്റോറേജ് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ കൈ വെക്കുമ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു കംഫർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്റീരിയർ ഭാഗം നല്ല വൃത്തിയിൽ നിൽക്കുന്നു, വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ലിവറിൻ്റെ ഈ ഒരു റബ്ബറിൻ്റെ പോരായ്മ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ടാറ്റ ടിയാഗോടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അവസ്ഥ ഈ ഒരു നെക്സോൺ വാഹനത്തിനുള്ളത്. ഈ ഒരു റബ്ബർ പോർഷൻ കുറച്ച് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കവർ കിട്ടും. അതായത് ഇതിനെ പുറമെ ഇടാൻ ഒരു കവർ, അഡീഷണൽ ഒരു കവർ നിങ്ങൾക്ക് ചെയ്യാം. അതിട്ട് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ്, ഇൻറ്റീരിയറിലെ നെഗറ്റീവ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻജിൻ ഭാഗം കൂടി ജസ്റ്റ് കാണിച്ചു തരാം. എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ടർബോ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണത്. ABS-ൻ്റെ യൂണിറ്റ് വരുന്നു. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗിന് ഡാമേജോ പൊട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും അതും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു കളർ കൂടിയുള്ളൊരു വാഹനമാണ് ഈ നെക്സോൺ എന്നുള്ള 2019 മോഡൽ എന്നൊരു വാഹനം. XM എന്നുള്ള വേരിയൻ്റ് വാഹനം 5,95,000 രൂപയ്ക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. അതും 5 വർഷത്തെ മാസക്കാലയോട് കൂടി. ഏകദേശം EMI വരുന്നത് 13,500 റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മൾ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2017 മോഡൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ VXI എന്നുള്ള വേരിയൻ്റ് വരുന്ന വാഹനം. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. VXI എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 1.2 ലിറ്ററിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡാമേജ് കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല. ഡോറ് കാര്യങ്ങളൊന്നും പിന്നെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ റീപ്ലേസ്മെൻറ്റ്, ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഏകദേശം VXI പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. എക്സ്റ്റീരിയർ കഴിഞ്ഞ് ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ABS വന്നിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗാണ് VXI എന്നുള്ള ഈ ഒരു വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ABS, എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഗിയർ ലിവർ മാറ്റിയതിന് ശേഷം സാധാരണ ഇതിൽ സ്വിഫ്റ്റിൻ്റെ ഗിയർ ലിവർ അല്ല ഈ വരുന്നത്, സിയാസിന് വരുന്ന ഗിയർ ലിവറാണ്. അപ്പോൾ ഇതിന് കുറച്ച് കോസ്റ്റ് കൂടി ഗിയർ ലിവറാണ്. ഈ ഒരു ഡിസൈന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് 1,500 രൂപ കണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. സാധാരണ സ്വിഫ്റ്റിൻ്റെ ഗിയർ ലിവറിനാണെങ്കിൽ ആകെ 300-350 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത്, റിവേഴ്സ് സെൻസർ ഇതിനകത്ത് അഡീഷണലി ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവറൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ട് ഇന്ത്യയിൽ നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇതിൽ എല്ലാ വാഹനങ്ങളും നിങ്ങൾ പിന്നെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പരിക്ക് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന് ചെറിയ രീതിയിലെ ഡാമേജ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാക്കും. ഈ ഒരു ഫ്രണ്ടിൻ്റെ ഭാഗം ചെറിയ തട്ട് കിട്ടിയതിന് ശേഷം ഇവിടെ പേസ്റ്റിംഗ് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റിംഗ് സൈഡിലെ പേസ്റ്റിംഗ് മാത്രം പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് അപ്രോണിലേക്ക് കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സൈഡ് കൊണ്ട് മാത്രം ചെറിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റും റീപ്ലേസ്ഡ് ആണെന്നുള്ളത് ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ആ ഒരു ഹെഡ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇത് റീപ്ലേസ് അല്ല. ഇത് 2017 പഴക്കം നമുക്ക് കറക്റ്റായിട്ട് യെല്ലോ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയാറ്. പക്ഷേ ചെറിയ പ്രശ്നമുള്ളൊരു വാഹനം നിങ്ങൾ കണ്ടോളൂ. ഈ ചെറിയ പേസ്റ്റിംഗ് പൊട്ടുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ 2017 മോഡൽ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. ഈ ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ 4,50,000 രൂപയ്ക്ക് 2015 പ്രൈസിന് 4,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഒരു 4,30, 4,40 ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ തന്നെ ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 10-20 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. 2017 മോഡൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള വാഹനം. ഈ ഒരു വാഹനത്തിന് ഈ ഒരു നെഗറ്റീവ് ഒക്കെ ഇതിനകത്ത് കമ്പനി ഹിസ്റ്ററിയിൽ അവൈലബിൾ അല്ലാണ്. ഫുൾ ഷോറൂം സർവീസ് മാത്രം പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്.
2017 ആയതുകൊണ്ട് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വോക്സ് വാഗൻ്റെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ് വോക്സ് വാഗൺ പോളോ 2014 മോഡൽ വരുന്ന ഹൈലൈൻ എന്നുള്ള വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിലേക്ക് L01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം സെക്കൻഡ് ടൈമാണ് എൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. ഫസ്റ്റ് ഓണർ എന്ന് ഞാൻ തന്നെ ഈ ഒരു വാഹനം കൊണ്ടുവന്നായിരുന്നു. സെക്കൻഡ് ഓണർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോയതാണ് ഈ ഒരു വാഹനം ഇവിടെ വെച്ചിട്ട്. അതിൻ്റെ വിൻസ്റ്റീൽഡ് റീപ്ലേസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഓണറിന് കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു വാഹനത്തിനകത്ത് ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്കോട് കൂടിയാണ് ഈ ഒരു വാഹനം വന്നിട്ടുണ്ടായത്. അന്ന് ഞാൻ റീപ്ലേസ് ചെയ്താണ് ഇതിൻ്റെ ഗ്ലാസ്. വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈലൈൻ എന്നുള്ള വേരിയൻറ്റ്, ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരും. അത്യാവശ്യം പെർഫോമൻസ് ഉള്ളൊരു വാഹനം കൂടിയാണ്. ഇതൊരു 13-15 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. ഹൈലൈൻ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സും കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 40-50% ടയേഴ്സ് കിടക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ ഫ്രണ്ടിലെ വിൻഷീൽഡ് റീപ്ലേസ് വെച്ച് കഴിഞ്ഞാൽ വേറെ പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇന്ത്യൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് കമ്പനി കവറാണ്. സീറ്റ് കവർ ഇന്നത്തെ അഡീഷണൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആ ഒരു ബീജ് കളർ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ആ ഒരു കളറിൻ്റെ ഫേഡിങ് വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാം. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ABS, എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നു. സ്റ്റീരിയോ, കമ്പനി സ്റ്റീരിയോ, ക്ലൈമറ്റ് AC, ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങൾക്കൊന്നും പരിക്കോ കാര്യങ്ങളോ ഡോർപാഡോ കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങളൊന്നും ഇന്റീരിയർ ഭാഗത്തില്ല. ഒരു സീറ്റ് കവറിൻ്റെ കുറവ് മാത്രമേ ചെറിയൊരു നെഗറ്റീവായിട്ട് പറയുള്ളൂ. അത് വേണമെങ്കിൽ അഡീഷണൽ ചെയ്യാം. അല്ലാത്ത രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് ഇല്ല. 1.2 ലിറ്ററിൽ വരുന്ന വാഹനം കൂടിയാണിത്. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അതും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ബോൺ ടൈക്കിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു കറക്റ്റ് കാലപ്പഴക്കം, ആ ഒരു കാലപ്പഴക്കത്തിൻ്റെ ഒരു ബ്ലാക്ക് ഫെയ്ഡിങ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അത് പറയാൻ കാരണം വെച്ചാൽ വിൻഷീൽഡ് റീപ്ലേസ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് തട്ടിയിട്ടാണോ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള പലരും ചിലപ്പോൾ തെറ്റിദ്ധാരണ അല്ല, ഞാൻ തന്നെ റീപ്ലേസ് ചെയ്തതാണ്. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ് വോക്സ് വാഗൻ്റെ പോളോ. പെട്രോൾ എഞ്ചിൽ 1.2 ലിറ്ററിൽ വരുന്ന ഈ വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,25,000 രൂപയ്ക്ക്. ഒരു 3,75 അല്ലെങ്കിൽ 3,75 വരെയൊക്കെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 50,000 രൂപ ടു 75,000 രൂപ വരെ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്നൊരു പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനം സ്വന്തമാക്കാം. അതും 4 വർഷത്തെ മാസക്കാലയോടുകൂടി. ഏകദേശം 8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം ഹോണ്ട ജാസ് 2016 മോഡൽ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിലേക്ക് 53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ വരുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. പ്രോപ്പർ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള ഒരു വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി കളറിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. വി എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് വി ഓപ്ഷണൽ എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അലോയ് വീൽസ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, പാഡൽ ഷിഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. അത് ഈ കളർ ആയതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത്. അതല്ലാതെ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളും ഒന്നും തന്നെ പറയാനില്ലാത്തൊരു വാഹനം തന്നെയാണത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആവറേജ് 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. വി ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. IVTEC എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പക്ക നല്ല ബോഡി ക്വാളിറ്റിയിൽ എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ അത് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളതെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. പാഡൽ ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ. അതാണ് ഏറ്റവും വലിയ ഡ്രൈവിങ്ങിൽ ഏറ്റവും നല്ലൊരു ആസ്വദിച്ച് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പിന്നെ പാഡൽ ഷിഫ്റ്റിംഗ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ പ്ലസും മൈനസും ചെയ്യാതെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ താഴെ വരുന്ന ഒരു ചെറിയ നോബ് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു നോബാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാഹനങ്ങൾ ചെറിയ ഡൗൺ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വാഹനം ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഒന്നുകൂടി പവറായിട്ട് ഗിയർ മാറിയതിനു ശേഷം ഒന്നുകൂടി പവറിൽ പോകും. അതുപോലെ നമുക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നെഗറ്റീവ് മൈനസിൽ ഡൗണും ചെയ്യാം. അതാണ് പാഡൽ ഷിഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്, ABS, കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ്. 15 റേഞ്ചിൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു 60 സ്പീഡിലൊക്കെ 50-60 സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് വാഹനം റൺ ചെയ്യുകയാണെങ്കിൽ ഒരു 15 വരെ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം.
എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും അതും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ABSൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 0 ഡൗൺ പേയ്മെൻറ്റിൽ 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരും. നമ്മുടെ അടുത്തൊരു ഓട്ടോമാറ്റിക് വാഹനം AMT ഗിയർ ബോക്സിൽ നിന്ന് ചെറിയൊരു വാഹനം, ഏറ്റവും പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ഏറ്റവും സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ വാഹനമാണിത്. കാരണം ചെറിയൊരു ഓട്ടോ പോകുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം അതിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോകും. മാത്രമല്ല ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന കറക്റ്റ് നിങ്ങൾക്ക് ആ ബോണറ്റിനെ കറക്റ്റ് ഈ അറ്റം വരെ കണ്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുള്ള വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എസ്പെഷ്യലി ലേഡീസ്, അതായത് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. കാരണം വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും വരെ ഫ്രണ്ടിലെ ആ ഒരു നമുക്ക് ബോണറ്റിൻ്റെ പോർഷൻ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവർക്ക് എത്രത്തോളം വാഹനം ഗ്യാപ്പിട്ട് നിർത്തണം എന്നുള്ളതൊന്നും ഒരു ഐഡിയ കിട്ടില്ല ഫസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ അത് ഈ ഒരു വാഹനം നമുക്ക് കറക്റ്റായിട്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് വരെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല ഇത്രയും ചെറിയൊരു വീതി കുറഞ്ഞൊരു വാഹനം ആയതുകൊണ്ട് ഏത് ഇടവഴിയിലൂടെയും നമുക്ക് ഈ ഒരു വാഹനം കയറ്റി കൊണ്ടുപോകാം. ഏത് ടൗണിൽ നമുക്ക് പാർക്ക് ചെയ്യാം. എവിടെ നമുക്ക് ഇട്ട് ഒരു ഓട്ടോ കറക്കുന്ന പോലെ കറക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2019 മോഡലിന് എക്സ്പ്രസോ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ഓടിയിൽ 16 ആറ്റിങ്കൽ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VXI പ്ലസ് എന്നുള്ള വേരിയൻ്റാണ്. VXI പ്ലസ് VXI 2 വേരിയൻസ് മാത്രമാണ് എക്സ്പ്രസോ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. VXI പ്ലസ് എന്നാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് VXI പ്ലസിനകത്തും കമ്പനി കൊടുത്തിട്ടുള്ളത്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, കമ്പനി സ്റ്റീരിയോ, അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ്. അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് VXI പ്ലസ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഒരു 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാര്യപ്പെട്ട റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഇന്ത്യൻ ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവർ കമ്പനി കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ അഡീഷണൽ ഒരു കവർ ചെയ്യാം. ഒരു ചെറിയ പൈനിയർ ഡിസ്പ്ലേ ഒക്കെ അതിനകത്ത് അഡീഷണൽ ഫിറ്റ് ആയി ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയൊരു ക്ലസ്റ്ററൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ സെൻറ്റർ പോർഷനിലായിട്ട് നമ്മളെ ഞാനോടെ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്ലസ്റ്ററിൻ്റെ പൊസിഷൻ വന്നിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡാഷ്ബോർഡ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഫ്രണ്ടിലെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അറ്റം വരെ എനിക്കൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പിന്നെ നിശ്ചിത ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് വാഹനം പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനി ട്രാഫിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ മുമ്പിലെ വാഹനത്തെ തൊട്ട് പുറകിൽ കൊണ്ടുപോയി ഈ വാഹനം നിർത്താൻ സാധിക്കും എന്നുള്ള ഈ വാഹനത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന, മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞിട്ടുള്ള, മെയിൻ്റനൻസ് ഇല്ലാന്ന് തന്നെ പറയാം. ജസ്റ്റ് പെട്രോൾ അടിക്കുക ഓയിൽ മറ്റോ ഓടുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും വരാൻ സാധ്യത 99.9% ചാൻസ് ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ഭാഗങ്ങൾക്കോ കാര്യങ്ങളൊന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു യൂണിറ്റ്, AMTയുടെ ഓട്ടോമാറ്റിക്കിൻ്റെ യൂണിറ്റാണ് വരുന്നത്. അതിനകത്ത് ചെറിയൊരു പ്രശ്നം വരാതെ 1-2 കസ്റ്റമർ ഇപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ വാഹനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ AMTക്കിനകത്ത് ചില വാഹനങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അതായത് വാഹനം ചില സമയത്ത് ന്യൂട്രലിലേക്ക്, അതായത് ഫസ്റ്റ് ഗിയറിന് നേരെ ന്യൂട്രലിലേക്ക് ചാടുന്നു. വാഹനം എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം, അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ടായിരിക്കും വാഹനം മൂവ് ആവാത്തൊരു പ്രശ്നം ചില കസ്റ്റമർക്ക് 1-2 വാഹനങ്ങൾക്ക്, ഇത്രയും വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നതിൽ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു വാഹനത്തിന് ചില ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർ അത് മൊത്തം റീപ്ലേസ് ചെയ്യണം. ആ യൂണിറ്റ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യണം. അതിന് 75,000 രൂപ കോസ്റ്റ് വരുന്നവരും. ശരിക്കും അത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കും. ചെറിയ എമൗണ്ട് ഒരു 7,000 രൂപ 8,000 രൂപ എന്താ കൊടുത്തു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനാർക്കെങ്കിലൊക്കെ സപ്പോർട്ട് ആണെങ്കിൽ ഞാനായിട്ട് കണക്ട് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു സപ്പോർട്ട് ഞാൻ സൊല്യൂഷൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്ത് അതിനെ പറ്റിയൊരു ടീമുണ്ട്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് പക്ക റീപ്ലേസ് ആണ് ചെയ്യുന്നത് വെച്ചാൽ നേരെ ഷോറൂം പോവുക. ഒരു 75 രൂപയാണ് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് വരുന്നത്. അത്തരത്തിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം 2019 മോഡൽ വരുന്ന 42,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഇതൊരു കോമൺ കംപ്ലയിൻ്റ് അല്ല കേട്ടോ. ഞാൻ അപൂർവങ്ങളായിട്ട് 1-2 കേസിന് മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, ഇൻഫർമേഷനായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഒരു കോമൺ കംപ്ലയിൻ്റ് ഒന്നും അല്ല. കാരണം ഇത്രയും വാഹനങ്ങൾക്കിടയിൽ ഒരു 100 വാഹനത്തിൽ 1-2 വണ്ടികൾക്ക് മാത്രം വരുന്ന പ്രശ്നമാണ്. അത് ഏത് വാഹനമാണെങ്കിലും പുത്തൻ വാഹനം എടുത്തു കഴിഞ്ഞാലും ഡിഫക്റ്റ്, അതായത് കംപ്ലയിൻറ്റ് മെയിൻ്റനൻസ് ഏത് വാഹനത്തിലായാലും വരും. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം 19 മോഡൽ വരുന്ന വാഹനം എക്സ്പ്രസോ VXI പ്ലസ് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ 42,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,45,000 രൂപയ്ക്ക്. ഒരു 4 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം 9 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈൻ്റെ ഒരു ലോ ബഡ്ജറ്റിൽ നിന്ന് ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 2011 മോഡൽ ഹ്യൂണ്ടൈ i20
ആസ്റ്റ എന്നുള്ള വേരിയന്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,15,000 കിലോമീറ്ററോടെയുള്ള KL 23 കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ വരുന്ന ഡീസൽ എഞ്ചിൻ ഒരു വാഹനം. CRD എഞ്ചിൻ 1.2 ലിറ്ററിൽ 1.2 ആണോ 3 ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും ഡീസൽ എഞ്ചിൻ എന്ന വാഹനം അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്നു. 18-19 റേഞ്ചിൽ ഡീസലിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. ആസ്റ്റ എന്നുള്ള വേരിയന്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റാണ്. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അന്ന് 2011 തന്നെ വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 60-70% ടയർ കണ്ടീഷനും ബാലൻസ് ആയിട്ട് നിൽക്കുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 1.15 മാത്രം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവർ അതിനകത്ത് വന്നിട്ടില്ല, പക്ഷേ അതും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ മാറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. സ്റ്റിയറിംഗ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് വരുന്നത്. അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പഴയ രീതിയിലുള്ള സിസ്റ്റം CD ഒക്കെ ഇടാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. പെൺഡ്രൈവ് ഇടാൻ പറ്റുമോ എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടോ ഉണ്ട്. USB പോർട്ട് വരുന്നുണ്ട്. അതേപോലെ ഓക്സി പോർട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആധുനിക ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം സേഫ്റ്റി ഫീച്ചറായിട്ടും കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം ലെവലിൽ നല്ല ക്വാളിറ്റിയിലാണ് വാഹനം അന്ന് തന്നെ 2011-10 കാലഘട്ടങ്ങളിലൊക്കെ ഹ്യൂണ്ടായി ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളില്ല. 3.24 റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും അതും ഡാമേജ് ഇല്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് ഓക്കെയാണ്. ഗ്ലാസ് കാര്യങ്ങളെല്ലാം OG ഗ്ലാസ് തന്നെ 2011 ഗ്ലാസ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഡീസൽ എഞ്ചിനിൽ നിന്ന് ഒരു ലോ ബഡ്ജറ്റ് വാഹനം കൂടിയാണ് 2011 മോഡൽ എടുക്കുന്ന ഹ്യൂണ്ടായി i20 എന്നുള്ള വാഹനം. ഈ വാഹനത്തെ നെറ്റ് പ്രൈസ് സ്വന്തമാക്കാം 2,50,000 രൂപയ്ക്ക്. ഒരു 2 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 2 വർഷത്തെ മാസക്കാലയോടുകൂടി. ഏകദേശം ഒരു 10 രൂപ റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം വരുന്നത് ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ടാറ്റ ടിയാഗോ 2018 മോഡൽ എന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 36,000 കിലോമീറ്ററിൽ XZE എന്നുള്ള വേരിയന്റ് KL 0 തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. പെട്രോൾ എഞ്ചിൻ 1.2 ലിറ്ററിൽ വരുന്ന വാഹനമാണ്. AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. കറക്റ്റ് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ഓൾമോസ്റ്റ് 50-60% ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. XZE എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റാണ്. XZE സൂചിപ്പിക്കുന്നത് ഓട്ടോമാറ്റിക്കിനെയാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ്, പിന്നെ അതേപോലെ സ്റ്റാരിംഗ് കൺട്രോൾസ്, ഒരു അഡീഷണൽ സീറ്റ് കവർ, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണൽ ലൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന എക്സ്റ്റീരിയർ ഭാഗമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഒരു 15-16 റേഞ്ചിൽ നമുക്ക് മൈലേജും പെട്രോളും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗിയർ ലിവറിൻ്റെ നോബ് കംപ്ലൈൻറ്റ് എല്ലാ വാഹനത്തിനും ടാറ്റയുടെ നെക്സോൺ, ടിയാഗോ വാഹനത്തിന് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ഇതിൻ്റെ റബ്ബർ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നത്. അതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കവർ ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ആ ഈ ഒരു ഇന്റീരിയർ, ഈ ഒരു വാഹനത്തിന് ഇന്റീരിയർ, ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു പിന്നെ ഈ ഒരു റബ്ബറിൻ്റെ ഒരു പോരായ്മ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നിൽക്കുന്നു. ഈ ഒരു സംഭവം മാത്രം നിങ്ങൾക്ക് ഒരു ആക്സറീസ് അഡീഷണൽ ചെയ്ത് കഴിഞ്ഞാൽ സോർട്ട് ഔട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അഡീഷണൽ ഒരു ഫിറ്റിംഗ്, ക്യാമറ ഫിറ്റിംഗ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹാർമണ്ട നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പിന്നെ സൗണ്ട് ക്വാളിറ്റിയിലാണ് ആ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാർമണ്ട നല്ല ക്വാളിറ്റിയുള്ള സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ AMT ഗിയർ ബോക്സിൽ വരുന്ന ടാറ്റ ടിയാഗോ എന്നുള്ള 2018 മോഡൽ വാഹനം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2023 റീപ്ലേസ് ചെയ്തിട്ടുള്ള വാറണ്ടിയിൽ നിൽക്കുന്ന എക്സൈഡിൻ്റെ ബാറ്ററി ഉണ്ട്. അതേപോലെ ക്രോസ് ബമ്പർ റീപ്ലേസ്ഡ് അല്ല. ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾ, അതേപോലെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു വാഹനമാണിത്. അതിൻ്റെ വില വരുന്നത് 4,85,000 രൂപയാണ്. ഒരു 4,25 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം 9,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ചെറിയ ബഡ്ജറ്റിൽ നിന്നൊരു വലിയ വാഹനമാണ്. അതും ഡാറ്റ്സൻ്റെ 2015 മോഡൽ ഡാറ്റ്സൺ GO-T എന്നുള്ള അറിയപ്പെടുന്ന വാഹനം. മൈക്രയുടെ സെയിം എഞ്ചിനിൽ 1.2 ലിറ്ററിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ നിന്ന് വാഹനമാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനം. ഡാറ്റ്സൺ GO-T എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 82,000 കിലോമീറ്ററിലേക്ക് 38 ഇടുക്കി തൊടുപുഴ രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. വിൻഷീലിനകത്ത് ചെറിയൊരു സ്ക്രാച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. GO-T എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട ഡാമേജ് പരിക്കൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ബമ്പറിൽ റീപെയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ റണ്ണിംഗ് ബോണ്ട് ഭാഗത്ത് റീപെയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പോയിലറൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡിക്കിക്കകത്ത് ക്രോം ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50% ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ 6 സീറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ കൂടി നമുക്കൊരു ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ 6 സീറ്റ് അല്ലെങ്കിലും 5 സീറ്റാണ്. പക്ഷേ 6 സീറ്റിൻ്റെ ചെറിയൊരു യൂസ് ഈ ഒരു വാഹനം യൂസ് നമുക്ക് നടത്തണമെന്നോ 6 സീറ്റിൻ്റെ ചെറിയൊരു ഉപയോഗം നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു വാഹനം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഇൻറ്റീരിയർ എന്ന പ്രത്യേകത. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഫീച്ചറൊന്നും ഇതിനകത്തൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. നോർമൽ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമോ പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും അതും ഡാമേജ് ഒന്നുമില്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. വേറെ കാര്യപ്പെട്ട കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് 2015 മോഡലിൽ നിന്ന് ഡാറ്റ്സൺ ഗോ ടി എന്നുള്ള വേണ്ടിയിരുന്ന ഈ വാഹനം. ഈ ഒരു വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപക്ക് സ്വന്തമാക്കാം. ഒരു 1.80 to 2 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ചെറിയൊരു ബഡ്ജറ്റ് ചെറിയൊരു ഫാമിലിക്ക് അടങ്ങി പറ്റിയിട്ടുള്ള ഒരു 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വാഹനം. കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും ഉള്ളൊരു വാഹനമാണ് 2015 മോഡൽ വരുന്ന ഈ ഡാറ്റ്സൺ ഗോ ടി എന്നുള്ള അറിയപ്പെടുന്ന ഈ വാഹനം. 5 വർഷം വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 5000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം ഒരു 10 to 12 വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ 7 സീറ്റ് മാനുവൽ, ഓട്ടോമാറ്റിക്, 5 സീറ്റ് എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ കേരള നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. ഒരിക്കലും നിങ്ങൾ വാഹനം നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് വരണമെന്നില്ല. ഇഷ്ടപ്പെട്ട വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വാഹനത്തിന് മൊത്തം A to Z വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാം. ഡോക്യുമെൻറ്റ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട. ബാങ്കിൽ നിന്ന് എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ അവരെടുത്താണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലരും ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങോട്ട് വന്നിട്ടായിരിക്കും ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഫിനാൻസിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരിക. അതിനുശേഷം നിങ്ങൾക്ക് വാഹനം നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണിക്കാത്ത വാഹനങ്ങൾക്ക് സ്റ്റോക്ക് ഡെയിലി വൈസ് കയറുന്നുണ്ട്. അതിൻ്റെ എല്ലാം അപ്ഡേഷൻസ് ഞങ്ങളുടെ വാട്സപ്പിനകത്ത് കാറ്റലോഗിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് അറിയാത്തുണ്ടെങ്കിൽ കാർലെറ്റ് ഒഫീഷ്യൽ എന്നുള്ള പേജ് പോയി കഴിഞ്ഞ് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വൈസ് അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ FBക്കകത്ത് ഫേസ്ബുക്കിനകത്തും അനീസ് കാർലെറ്റ് എന്നുള്ള അനീസ് ട്രൂ ചോയ്സ് എന്നുള്ള പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം ഡെയിലി വൈസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരും. ബൈ.